ദൈവം ഈ ഭൂമിക്ക് സമ്മാനിച്ച ഒരു വലിയ ഉപമയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്. പ്രൗഢഗംഭീരമായ ഒരു യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ യുവാവിൻ്റെ ഹൃദയം പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമുണ്ടായി. തൻ്റെ സ്വപ്നത്തിൽ അദ്ദേഹത്തോട് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആരെയാണ് നീ സേവിക്കുന്നത്? വൃദ്ധനെയോ യജമാനനെയോ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ മനുഷ്യൻ ഒരു തീരുമാനമെടുക്കുന്നു. വൃദ്ധനെയല്ല, യജമാനനെ തന്നെ. അന്ന് ആ യാത്രയിൽ അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി കണ്ടെത്തുകയായിരുന്നു. അന്നു മുതൽ അസീസി പട്ടണത്തിൻ്റെ തെരുവീഥികളിലൂടെ ഈ യുവാവ് തുള്ളിച്ചാടി അർമാദിച്ചു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, നാളെക്കുറിച്ച് ആകുലതകളില്ലാതെ അസീസി പട്ടണത്തിൻ്റെ തെരുവീഥികളിലൂടെ ഈ മനുഷ്യൻ ചുറ്റി സഞ്ചരിച്ചു. വയലിൻ എന്നോണം 2 കമ്പുകൾ കൂട്ടിയിണക്കി സംഗീതമാലപിച്ചു. കുഷ്ഠരോഗികളെ ചുംബിച്ചു. അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. അങ്ങനെ ഈ യുവാവ് തൻ്റെ യൗവനം, വർണ്ണങ്ങൾ, കരുത്ത്, അറിവ്, തൻ്റെ ഉടലിൻ്റെ പ്രിയങ്ങൾ അങ്ങനെയെല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. തൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കരങ്ങളിൽ ഭദ്രമായി എല്ലാം ഏൽപ്പിച്ചു. സ്നേഹം നിറഞ്ഞവരെ, അന്ന് അസീസി തെരുവുകളിലൂടെ ചുറ്റി സഞ്ചരിച്ച ഈ മനുഷ്യനെ ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഭ്രാന്തനായി ചിത്രീകരിച്ചു. എന്നാൽ മരിച്ചു 2 വർഷങ്ങൾക്ക് ശേഷം ഈ മനുഷ്യനെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് ഈ യുവാവ് അറിയപ്പെടുന്നത് 2ാം ക്രിസ്തു എന്നാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ നിധി കണ്ടെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നിധി സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം തുണയ്ക്കട്ടെ. ആമേൻ.